അപ്പൊ അവര് തേങ്ങ ഇടുകയല്ലെന്നാ പറയണതല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. മരക്കഴുതേ, അവന്റെ ഒരു ആലോചന. പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച് ഈ കുമ്പേം വെറുപ്പിച്ച് നടക്കുന്നത്? അല്ല മുതലാളി, കാര്യം നമ്മൾ വിചാരിക്കണ പോലല്ല. അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കയുടെ അടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. പിന്നല്ലേ 3-4 പേരുടെ യൂണിയൻ. കാര്യം 4-5 പേരേ ഉള്ളൂ എങ്കിലും ഒരു വാശിയില്ല. കൊച്ചുവർക്കിയോട് ഇറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമേ തന്നെ വന്ന് വീഴും. അന്ന് തട്ടി വരെയറാ. അതറിയാൻ വയ്യാത്ത യൂണിയൻ ആരാടാ? കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ്. ഏത് തെങ്ങേന്ന് വീണ് ചത്ത കണ്ടങ്കോരൻ ചെയ്യോ? അതേ മുതലാളി. എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെയൊക്കെ വെച്ച് പൊറപ്പിച്ചു അല്ലേ? അല്ല, മുതലാളി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയണോടാ, നോക്കി കണ്ടങ്ങ് ചെയ്യണം. വല്ലതും പറ്റിയോടാ? നീ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്തിനാ? തരക്കാരോട് മുട്ടിയാ പോരെ? വേലായതിന്റെ അടുത്ത് നിന്റെ നാക്കുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആരാ? ആ, സാരമില്ല, ആശുപത്രി കൊണ്ടുപോകും. ഇത് വെച്ചോ. ആ വരുന്ന വണ്ടിയെ കൊണ്ടുപോയിക്കോ. ഒന്ന് പിടിച്ചു കൊറ. തല്ലുകൂടിയാണെന്നൊന്നും ആശുപത്രി പറയണ്ട. വെറുതെ പോലീസും കേസും വീണതാണെന്ന് പറഞ്ഞാൽ മതി. കേട്ടോടി? എന്താണ് നോക്കി നിൽക്കുന്നേ? എല്ലാവരും പോയടാ. എന്താണ്ടേ? അനിയനിവിടെ പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈ കൊണ്ട് തന്നെ വെള്ളവും കൊടുക്കും. അതാ കൊച്ചു വർക്കി. കുറച്ച് ദിവസം ഉണ്ടോ അവിടെ? ചിലപ്പോ. അപ്പൊ കൊറേയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലി എടുത്ത് തന്നെ. മുതലാളി, ചായ. നിനക്കൊരു ഉടവുമില്ലല്ലോടി രായമ്മേ. നല്ല മെഴുമെഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് 2 തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കരുത്. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ചെക്കൻ പറഞ്ഞ് പറ്റിച്ച ആ കുമാരൻ. അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ 2 ദിവസം കൂടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്. അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചുവർക്കി മുതലാളി തന്നെ വേണം. ഓവേ, ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്ന് നിന്നേടി. നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? ഓവ. അത് നീ കണക്ക് വയ്ക്കാനൊന്നും നിൽക്കണ്ട. സണ്ണിച്ചനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീർവായിട്ടും ആ പുരേ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ? ഓ, ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം 3-4 ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചോ? അല്ല, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോരെ. അതാ മുതലാളി കുഴപ്പം.
പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാതെ. കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ 2 നേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്കെന്താ? പോട്ടെ. രാജമ്മേ ഒരു ചായ. ആ വേലായുധോ, വിട്ടുപിടി. എന്താ രാജമ്മേ വേലായുധനൊരു ചുമ? കൊച്ചുവർക്കി മുതലാളിയുടെ ചോറ് എല്ലിന്റെ ഇടയിൽ കയറി തുടങ്ങിയിട്ടുണ്ടവന്. അത് എത്ര നാളത്തേക്കുണ്ടാവും? കൈതക്കടം മാത്തും മുതലാളി അടയും ചക്കരയല്ലായിരുന്നോ? എന്നിട്ടിപ്പ എന്തായി? മാത്തു ചുണയുള്ളവനായിരുന്നു, ഇവൻ പേടിച്ചു തൂറി. നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ നെടല് കണ്ടാ പറക്കണ ചെക്കനായിരുന്നു. ഓ, ഇപ്പം വലിയ കേടിയാത്രേ. പോലീസിന്റെ കുപ്പായം കണ്ട ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും. വേടക്ക്, നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോകാറായില്ലേ? നേരം വെളുത്തപ്പോ തുടങ്ങിയ ഇരിപ്പാ കീറിയില് നോക്കാൻ. പിന്നെ പുട്ടും കണ്ടാരും കാണാത്തതല്ലേ, ഞാൻ ഈ പേപ്പർ നോക്കിയായിരുന്നു. നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ പോയിന്നാ? നാളെ പോണം. 2 ദിവസമായിട്ട് ഒരു സുഖമില്ല, എന്താണാവോ? ഉവ്വ ഉവ്വ, ഇവൻ പണിക്ക് പോവും. 2 ദിവസം പോയാ പിന്നെ 1 മാസത്തേക്ക് മേലനങ്ങില്ല. പിന്നെ ഈ കിറി നോട്ടം തെണ്ടിത്തീറ്റിയ. ഓരോരോ ആമ്പിള്ളേര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം. ഇവൻ ഈ കുശുമ്പും പൗശന്യം പറഞ്ഞ് കവല നിരങ്ങണതാ ഇഷ്ടം. ഈ രാജമ്മ ചേച്ചിയുടെ നാക്ക്. ഞാൻ മീൻ പിടിക്കാൻ പോവാ. എത്രയായി? 1.5. രാജമ്മ ചേച്ചി, നല്ല പുഴമീൻ വേണം ഉച്ചക്ക്. കൊണ്ടാ. നല്ല വാള കൊണ്ട് തരാം. ഉം. 2 ലക്ഷം പുട്ടൊരു ഇച്ചിരി കള്ളഞ്ഞെന്നേ. മീൻ കൊണ്ടുവരുമ്പോ കണക്ക് പറയാന്നേ. ഗോവന്നൻകുട്ടിയെ, വേല രാജമ്മയുടെ അടുത്ത് വേണോ? മീൻ കൊണ്ടെന്ന് തരുമ്പോ പുട്ട് നിന്നാ മതി കേട്ടാ. ചേച്ചി ഞാൻ പോവാ. ആ, കുറിക്കമ്പനികളൊക്കെ പൊളിയണമെന്ന് കേൾക്കണുണ്ടല്ലോ. നിന്റെ കമ്പനിയും പൊളിയോടാ. അതിന് ഞങ്ങളുടെ കുറിക്കമ്പനി അല്ലല്ലോ. ആ, നാട്ടുകാരുടെ മുതൽ തട്ടിക്കാനും കരക്കാരുടെ കാശ് കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ. അവന്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ. എങ്കിൽ പിന്നെ കടവും ചോദിച്ചു വരണ എന്തിനാ? വേറെ വഴി വേണ്ടേ? രമേശ, ആ. ടൗണിൽ പോണുണ്ടെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. സൂക്ഷിച്ചോ, രാമൻകുട്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബ്രാൻഡ് കച്ചവടം ഷാപ്പുകാരാണ്ട് ഒറ്റി കൊടുത്തതാ. ആ, അറിഞ്ഞ രാജമ്മേനെ നാട് കടത്തും. ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട്. ആഹാ. പേടിപ്പിക്കല്ലേ. ഏയ്, നിങ്ങൾ പോയില്ലേ? വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഹലോ, രവിയുടെ കൂട്ടുകാരനല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടെയാ നാട്? നാടില്ല. നീ പേരുണ്ടോ ആവോ? ഉണ്ട്, ചന്ദ്രൻ. ചോദിക്കണതിൽ വിഷമം തോന്നരുത്. രവിയുടെ കൈ കുറച്ച് കാശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ശരിയായിരിക്കും. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? രാജമ്മേ, പറ്റുവായിട്ട് തീർക്കാം. തീർത്തേക്കണം. എന്ന് പോവും? ഉടനെ ഇല്ല, ഇത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകും. ഇവിടെ വണ്ടിക്ക് സ്ഥിരം പണി വല്ലതും കിട്ടും? പണിയൊക്കെ കിട്ടും. പുഴയിൽ മണലല്ലേ കിടക്കണേ. ടൗണിലേക്കുള്ള മണല് മുഴുവൻ ഇവിടുന്നാ പോണേ. സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ. പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത്.